സത്യം ചോദിക്കുക. ശരിയാ നീ കേട്ടത് ശരിയാ, കാടളക്കി വരണ കൊമ്പനെ തളച്ചത് ശരിയാ. അറ്റ്ലാന്റയുടെ സ്വന്തം കറുത്ത പുണ്യാളനായിട്ട് നമ്മൾ ഹഞ്ചോട് ബർക്ക്മാർ ഹൈസ്കൂൾ 2025 ഓമനാട് ഓണം. എടാ ഓമന അല്ലടാ, അമ്മ. അമ്മയോ? അല്ല, അമ്മ പറയുമ്പം അമേരിക്ക അല്ലടാ, അറ്റ്ലാന്റ. ഓർഗനൈസേഷൻ മലയാളി അക്രോസ് നോർത്ത് അമേരിക്ക. എനിക്ക് ഇഷ്ടപ്പെട്ടു. അല്ല, ഓണായിട്ട് ഇത് ഗെറ്റപ്പായിട്ട് പറയുവാണെങ്കിൽ അത്യായിട്ട് ചോദ്യത്തിനൊരു ചോദ്യമാ. ഏതാ ബ്രാൻഡ്? അല്ല, ആദ്യം മനസ്സിൽ പിള്ളേരുടെ മനസ്സാണ്. അതുകൊണ്ട് MC എന്തോ ജവാനല്ലേ? ഒന്നുമില്ല. പക്ഷെ ആട്ടം കാണണം, അങ്ങനെ തോന്നണം. അതല്ല, നെഞ്ചത്തോട്ട് കയറ്റിയ മുണ്ട് കോരി ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഒരു കുത്തൊക്കെ. ഞാൻ ചോദിക്കട്ടെ, ഫോട്ടോ അല്ല ഇന്റർവ്യൂ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നല്ല കെട്ടിപ്പാണല്ലോ, നാട്ടിൽ ഇറക്കിയതാണ്. ഈ ലൈനിലൊക്കെ ഒറിജിനൽ ആണോ? 24 എന്റെ ഔട്ട്ഫിറ്റ് കണ്ടോ? 10 ലക്ഷം രൂപയുടെ വാച്ച്, 1 പവന്റെ മോതിരം, 2 പവന്റെ മാല, 10,000 രൂപയുടെ ചെരുപ്പ്. സർ, ബേസിക്കലി ഐ എം എ റിച്ച് മാൻ. ഷോ സം റെസ്പെക്ട്. ജോയിച്ചേട്ടനാണ്, അടിപൊളി ഷർട്ടാണ്, കലക്കൻ ഷർട്ടാണ്. ജുബ എന്താ പറയാൻ ഇതേതാ ബ്രാൻഡ്? ഇതിനകത്തോ മറ്റേ ഇതാ മാവേലിയെ പേടിപ്പിക്കല്ലേ. ഞങ്ങളൊരു ഏഷ്യാനെറ്റിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇന്റർവ്യൂ ചെയ്തോണ്ടിരിക്കുകയാണ്. കുഴപ്പമില്ല, മാവേലി ക്ഷീണിച്ചെന്ന് തോന്നുന്നു. കുഴപ്പമില്ല. കുഴപ്പമില്ല. മാവേലി സദ്യ കഴിച്ചായിരുന്നോ? നല്ല ക്ഷീണിച്ചൊക്കെ ഇരിക്കുന്നു. കുഴപ്പമൊന്നുമില്ല. കാരണം ഇവിടുത്തെ പിള്ളേർക്കൊക്കെ ഇംഗ്ലീഷായി ഇപ്പം എല്ലാവർക്കും അറിയാവുന്നത്. അത് മലയാളം ഒന്നും അറിഞ്ഞില്ല. മാവേലി ഇംഗ്ലീഷൊക്കെ പഠിച്ചു വരുന്നോ? എങ്ങനെയാ? ഓ, ഇംഗ്ലീഷ് കുറച്ച് മലയാളം അറിയാവുന്ന മാവേലിയാണ്. നാട്ടിൽ ബംഗാളി, ഇംഗ്ലീഷ് മാവേലി. മാവേലി മലയാളിയല്ല, അതുകൊണ്ടാണ് പെട്ടെന്ന് കിട്ടിയില്ല. ഓക്കെ, ഫോട്ടോ എടുക്കാം. മാവേലി, ഞാൻ ഇങ്ങനെ പിടിക്കാം. ഒന്നുണ്ട് ഓണമായിട്ട്. ഇത് ഏഷ്യാനെറ്റിന്റെ ലൈവാ. ഓ ഹലോ, ഹാപ്പി ഓണം. ഓണമായിട്ട് ഇവിടെ ചോദ്യങ്ങളുണ്ട്. ഓണമായിട്ട് ഏതാ ബ്രാൻഡ്? ഓണമായിട്ട് അല്ല, കുഴപ്പമില്ല. ഞാൻ അത്രക്കാരൻ ജുബയുടെ ബ്രാൻഡാ ചോദിച്ചത്. എന്താ ബ്രാൻഡാ ചോദിച്ചത്? അറിയത്തില്ല. മനസ്സിലായി. ഈ ചോറ് സദ്യയൊക്കെ എങ്ങനെയാ? ബീഫും മീനും ഇല്ലാതെ കഴിക്കാൻ പറ്റുമോ? കുഴപ്പമില്ല, എല്ലാം അടിപൊളിയായിരുന്നു. പിന്നാതെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. അല്ല, നല്ലൊരു ഓണായിട്ട് എന്തെങ്കിലും കുറച്ച് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിക്കൂടെ? ഒരു പ്രാവശ്യമെങ്കിലും അല്ലേ? ഒരു പ്രാവശ്യമെങ്കിലും. ഓക്കെ. അല്ല, ശരി, ഒന്നുകൂടി ചോദിക്കുക. എംബ്രാൻഡ് റിവ്യൂ 10 എന്താ? ഫ്ലാഷ് ബാക്ക്. സാറേ പടം എങ്ങനെ ഉണ്ടാവുന്നു? ചില്ലി ചിക്കൻ. ഓക്കെ, നമുക്ക് അങ്ങോട്ട് ഒരു ഫോട്ടോ എടുക്കാം. നിങ്ങളുടെ പേരെന്തായിരുന്നു? സതീഷ്. ഏഷ്യനെറ്റിന്റെ ഒരു പ്രോഗ്രാം ആയിരുന്നു. ഏഷ്യനെറ്റിന്റെ ഒരു പ്രോഗ്രാമാണ്. ഇങ്ങോട്ട് വരും. ഞാൻ ഫോട്ടോ എടുക്കാം. ഞാൻ ബോക്സ് എടുക്കാം. സ്പോൺസർഷിപ്പ്. നിങ്ങളൊരു അറ്റ്ലാന്റക്കാരല്ലേ? അറ്റ്ലാന്റ ഇന്റർവ്യൂ നോക്കിക്കേ. എന്നെ പറഞ്ഞു ഇതിനെ കുറിച്ചാണോ? ഞാൻ പൊക്കി പറയണോ? ലോക്കൽ ബോയ്സിന്റെ അവസ്ഥ ഇങ്ങനെ പോയി. കാശില്ല ഫണ്ടില്. അതുകൊണ്ട് നമ്മളെ പാവം ഗിരിഗിരി ഓണായിട്ട് കൊച്ചുള്ളവർക്ക് അടിക്കത്തില്ല. വെജിറ്റബിൾസ് ഒന്നും ഇഷ്ടമില്ല പിള്ളേർക്ക്. പൊറോട്ടയും ബീഫും ഇല്ലാതെ എങ്ങനെ ഇത് കഴിക്കാൻ പറ്റുന്നുണ്ടോ? അഡ്ജസ്റ്റ് ചെയ്യുവാണ്. കണ്ടില്ലേ, ഒരു പ്രയാസം നോക്കിക്കേ ഗൈസ്.
അച്ഛനോ കഴിച്ചായിരുന്നോ? ഏയ് എനിക്ക് ഇവരെ പോലെ കഞ്ഞിയുമില്ല, നിങ്ങളെ പോലെ ഫ്രൂട്ട്സും ഇല്ല. മിത ഭക്ഷണം. അച്ഛനുള്ള പോർക്കും പൊറോട്ട മേട വെക്കണ്ടിട്ടാ. എങ്ങനെയുണ്ട്? സ്വന്തം അപ്പനാണോടാ നീ? പ്രിയമുള്ളവരെ, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഞങ്ങൾ ചെറുക്കന്റെ വീട്ടുകാരുടെ കലാപരിപാടികളാണ്. തിരുവാവണിരാവ് മനസാകനിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട് മാവിൻ കൊമ്പേറുന്നൊരു പൂവാടിക്കുയിലേ മാവേലി തമ്പ്രാനെ തിരുവാവണിരാവ് മനസാകനിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്